ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം ഇന്നത്തെ. ഓക്കെ, കാർഡ്സ് നിങ്ങളോട് എന്താ പറയുന്നത് നോക്കാം. ആൻഡ് മെമ്പർഷിപ്പുകാർക്ക് ഞാൻ സ്പെഷ്യലായിട്ടൊരു റീഡിങ് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ടൈം തേഴ്സ്ഡേ ഫ്രൈഡേ വേണോ എന്നുള്ള പോസ്റ്റ് ചെയ്യാനിട്ടിട്ടുണ്ട്. മെമ്പേഴ്സിന് മാത്രമാണ്. ഓക്കെ, സോ താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ അധികം ആൾക്കാരില്ല, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഏറ്റവും ലോവസ്റ്റ് മെമ്പർഷിപ്പ് തൊട്ട് തന്നെ 2 ഓപ്ഷൻ ഞാൻ വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ അതിൽ വീഡിയോസ് ലൈവ് റീഡിംഗ് ഉള്ള ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. ആൻഡ് അത് മാത്രമല്ല, ഞാൻ കൂടുതൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശരിക്കും സീരിയസ് ആയിട്ട് നിങ്ങൾ ഹീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അപ്പോൾ എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി നിങ്ങൾക്ക് അറ്റൻഷനൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് ഈ മെമ്പർഷിപ്പൊക്കെ വെച്ച് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഞാൻ സെൽഫ് ലവിൻ്റെ ക്ലാസ്സിൻ്റെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു 21 ഡേയ്സിൻ്റെ. സോ അതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ ആ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എനിക്ക് പേഴ്സണലി എല്ലാവർക്കും ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാൻ, റീഡിങ്സ് ഒരുപാട് എടുക്കാൻ ഒന്നും ചിലപ്പോൾ സാധിച്ചൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ യൂട്യൂബ് എന്ന രീതിയിൽ. അതായത് നിങ്ങൾക്ക് കുറേ പേർക്ക് ഒന്നിച്ച് ഒരു ഗൈഡൻസ് ആയിട്ട് എനിക്ക് തരാൻ പറ്റുക, അല്ലെങ്കിൽ കുറേ പേർക്ക് ഒന്നിച്ച് എനിക്കൊരു കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യൂ. ഓക്കെ, കുറച്ചുകൂടി ഞാനുമായിട്ട് കണക്ട് ചെയ്യാനും എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റാനും ഒക്കെ ഉള്ള ഒരു ചെറിയ സ്പേസസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. ഓക്കെ, സോ നോക്കുക നിങ്ങൾ പറ്റുന്നവർ. ലൈവ് റീഡിങ് ഞാൻ തേഴ്സ്ഡേ ഫ്രൈഡേ ആയിട്ട് മെമ്പേഴ്സിന് ചെയ്യും. സോ മെമ്പേഴ്സ് പ്ലീസ് അതിൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കിയിട്ട് ഐ തിങ്ക് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കുള്ള ഇന്നത്തെ മെസ്സേജ് യൂണിവേഴ്സിൽ നിന്ന് 2 of Wands, strength, ഓക്കെ, വേൾഡ് കാർഡ്, ഓക്കെ. ആക്ച്വലി നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം മുന്നോട്ട് നടക്കുന്ന ഒരു സമയമാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം, അതിന് ഐ തിങ്ക് ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിരുന്നു. ഓക്കെ, ഒരുപാട് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുകൾ നിങ്ങൾ ഫേസ് ചെയ്ത് കാണാം, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് വന്ന് കാണാം. അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ ഒപ്പീനിയൻ ആയിരിക്കും അല്ലേ. സോ മേ ബി നിങ്ങളുടെ ഫാമിലി നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഫാമിലി എതിർക്കുന്നു, കോമ്പറ്റീഷൻ എന്ന രീതിക്ക് പറയും നമ്മൾ. മേ ബി നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം അതിൽ തന്നെ ഒരുപാട് പേര് വേറെയും ഓൾറെഡി ചെയ്യുന്നുണ്ടാവാം. സോ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുമോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം. ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ, ഒരുപാട് പേര് വേറെയും അപ്ലിക്കൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടുമോ കിട്ടില്ലേ എന്ന രീതിക്കൊക്കെ നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ വന്ന് കാണും. കോമ്പറ്റീഷൻ ഫേസ് ചെയ്തതായിട്ട് എനിക്ക് കാണുന്നുണ്ട് പാസ്റ്റിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഡൗട്ടായിരുന്നു, കൺഫ്യൂഷനായിരുന്നു, നടക്കുമോ നടക്കില്ലേ എന്ന രീതിയിൽ വല്ലാത്തൊരു കൺഫ്യൂഷനുള്ള പോലെയാണ്. ചെയ്യണോ വേണ്ടേ, അല്ലെങ്കിൽ നടക്കുമോ ഇല്ലേ എന്ന രീതിക്ക്. സോ ഇവിടെ നിങ്ങൾ ഐ തിങ്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്, അതിപ്പോൾ ഈവൻ റിലേഷൻഷിപ്പ് ആവാട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ പറയുന്ന കരിയർ വൈസ് അല്ലെങ്കിൽ ജനറലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊരു കാര്യമായാലും ശരി. ഓക്കെ, ഈവൻ ബന്ധങ്ങളുടെ കാര്യമായാലും, അല്ലെങ്കിൽ ജോലിയിൽ, കരിയറിൽ, പഠിക്കാൻ, നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ, എന്ത് കാര്യത്തിലായാലും. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനെ ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം, പറ്റുമോ പറ്റില്ലേ എന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഇവിടെ ആൻഡ് അതിന് നിങ്ങൾക്ക് കുറച്ച് എതിർപ്പുകളും ഉണ്ടായിരുന്നു, കുറച്ച് തടസ്സങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിരുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വല്ലാതെ ഡൗട്ട് ഉണ്ട് നടക്കൂ ഇല്ലേ എന്ന് അല്ലേ. ഇപ്പോൾ ഇവിടെ പക്ഷെ അതിന് കാണുന്നത് എന്നാലും നിങ്ങൾ ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങളതിനെ ഗിവ് അപ്പ് ചെയ്യാനും റെഡി ആയിരുന്നില്ല. നിങ്ങളതിനെ മാക്സിമം നിങ്ങളതിനെ പിടിച്ചു വെക്കാൻ തന്നെ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് കൊണ്ട് നിങ്ങളതിനെ എന്തും മറികടക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കൂ എന്നുള്ള അഡ്വൈസ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിനെ കുറിച്ചാണെങ്കിൽ നിങ്ങളോട് പറയുന്നത്, നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം നിങ്ങൾ കളയണ്ട, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങൾക്ക് സാധിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് അതിൻ്റെ സക്സസ് എത്തുന്ന രീതിക്കാണ് കാണുന്നത്. സക്സസ് ആൻഡ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ, ഓക്കെ, അതിനെ വിടാതെ നിങ്ങളൊരു ഗോളായിട്ട് നിങ്ങൾ പിടിച്ച് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ ഒരു സക്സസ് വരെ എത്തും എന്നാണ് കാണുന്നത്. ആൻഡ് ഇവിടെ മുന്നോട്ടൊരു ഗ്രോത്ത് എന്ന രീതിക്ക് പറയാം. ഓക്കെ, ഒരു ചാരിയറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൈഫ് മുന്നോട്ട് പോകുന്ന രീതിയിലാണ്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നു അതിൽ മുന്നോട്ട് പോകുന്ന രീതിയിലാണ്. പക്ഷെ ഇവിടെ എന്താണ്, ഫോക്കസ് വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെയും പറയുന്ന അതാണ്, ഇതും രണ്ടും പറയുന്നത് നിങ്ങളുടെ ഒരു ഇന്നർ കറേജ്, ധൈര്യം എന്ന് മാത്രമല്ല ഒരു ഫോക്കസ്. നിങ്ങൾക്ക് നമ്മൾ പറയില്ലേ, ഒരു കാര്യത്തിനെ നമ്മൾ മുറുകെ പിടിച്ചു വെക്കുക എന്ന രീതിക്കാണ്. അതിന് എത്ര പ്രശ്നം, ഇതിപ്പോൾ വലിയൊരു പ്രശ്നമാണെന്ന് വിചാരിക്കും, ഒരു സിംഹം അല്ലേ. സിംഹം എന്ന് പറയുമ്പോൾ വലിയൊരു പ്രശ്നമാണ് നമുക്ക് ശരിക്കും. പക്ഷെ അതിനെ എങ്ങനെയാണ് ഈ പേഴ്സൺ കൺട്രോൾ ചെയ്യുന്നത്, എന്ത് പ്രോബ്ലം വന്നാലും അതിനെ പേഷ്യൻസോടെ, ക്ഷമയോടെ, ധൈര്യത്തോടെ, ഓക്കെ, സ്നേഹത്തോടെ നമ്മൾ ഒരു കാര്യത്തിനെ കൺട്രോൾ ചെയ്തെടുക്കുന്ന പോലെയാണ്. സോ എന്തിനേയും ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് ആ ക്ഷമയാണ് വേണ്ടത്, നിങ്ങൾക്ക് ധൈര്യമാണ് വേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും.
ആൻഡ് അത് നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരുന്നു, വിക്ടറി കൊണ്ടുവരുന്നു എന്ന രീതിക്കാണ്, വിക്ടറി സെലിബ്രേഷൻ എന്ന രീതിക്കൊക്കെയാണ് പറയുക. ആൻഡ് ഇവിടെയും ഇതും ചാരിറ്റും നമുക്ക് ആക്ച്വലി ഒരു സക്സസ് ആണ്. ഇവിടെ ഫോക്കസ് മാത്രം, അതായത് നിങ്ങൾ തീരുമാനം എടുത്താൽ മതി. ഓക്കെ, ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അത് നിങ്ങളെ ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലെ കൺഫ്യൂഷനാണ്. ഇവിടെയും അതാണ്, ഇവിടെ അതാണ്. നിങ്ങൾ എന്ത് വേണം, ചെയ്യണോ വേണ്ടേ, ഇത് മുന്നോട്ട് നടക്കുമോ നടക്കില്ലേ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ നിങ്ങൾക്ക് ഒരു സക്സസ്സിലേക്ക് എത്താൻ സാധിക്കും, എത്തും എന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് അതിന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് ഡൗൺ ആയിപ്പോവും. ഓക്കെ, നിങ്ങൾ തോന്നും വേണ്ട ചെയ്യണ്ട, അല്ലെങ്കിൽ ഇവിടെ കൺഫ്യൂഷൻ കയറി വരും. നിങ്ങൾക്ക് മനസ്സ് വല്ലാതെ മൂൺ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷനാണ്, ഒരു ഇല്യൂഷൻ എന്ന രീതി നിങ്ങൾക്ക് തോന്നുന്ന ആകെ ഒരു മൈൻഡ് ക്ലൗഡഡ് ആയി പോവുക അല്ലേ, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വരാം. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഇന്നർ ധൈര്യം പുറത്ത് വരേണ്ട സമയമാണിപ്പോൾ. ഏതൊരു സിറ്റുവേഷൻ ആയാലും നിങ്ങൾക്കതിനെ കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് സാധിക്കും എന്നാണ്. ആൻഡ് ഇവിടെ സക്സസ് ആൻഡ് ഇത് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡോണ്ട് വറി. ഓക്കെ, എന്ത് സിറ്റുവേഷൻ ആയാലും നിങ്ങൾക്ക് അത് മറികടക്കാൻ പറ്റും. മേ ബി ആരെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ട് എന്നുമാണ്. 6 of Cups ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് പറയുക. ആൻഡ് ഇവിടെ 2 നമ്മൾ എവിടെയോ പാർട്ട്ണർഷിപ്പ് എന്ന രീതിക്ക് എടുക്കും. സോ മേ ബി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പറ്റുന്നില്ല എന്ന് തോന്നിയാൽ ആരുടെയും ഹെൽപ്പ് എടുക്കും. ഓക്കെ, എവിടെയും ആക്ച്വലി 2 പേര് എന്ന രീതിക്ക് നമുക്ക് പറയാം അല്ലേ, എവിടെയും 2 ആണ്. സോ ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു കാര്യം വരുന്നുണ്ട്. സോ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സിനോട് ഹെൽപ്പ് ചോദിക്കുക, അല്ലെങ്കിൽ ആരോടെങ്കിലും സപ്പോർട്ട് ചോദിക്കുക, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, എന്തായാലും ഇവിടെ നിങ്ങൾക്ക് മെയിൻലി നമ്മൾ കാണുന്ന അച്ചീവ്മെൻറ്റ്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്ന രീതിക്കാണ് ചില കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ നമ്മൾ പറയില്ല, ഒരു ജോലി ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ സക്സസ് എന്ന രീതിക്ക്. ഓക്കെ, ആൻഡ് അത് നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വീണ്ടും കൊണ്ടുവരികയും ചെയ്യും. നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കൊണ്ടുവരും. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ അഗെയിൻ ട്രാവലിൻ്റെ കാര്യമുണ്ട്. ഇതൊക്കെ ഈ 3 കാർഡ് നമുക്ക് ഇവിടെ ട്രാവലിനെ കുറിച്ചാണ് നമ്മൾ പറയാറ്. സോ ട്രാവൽ വളരെ ഇതായി എടുത്ത് വന്നിട്ടുണ്ട് ഇവിടെ. സോ നിങ്ങൾ ട്രാവലിൻ്റെ കാര്യം, നിങ്ങൾക്ക് പുറത്ത് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ജോലിക്ക് വേണ്ടി എവിടെയെങ്കിലും മാറിപ്പോകണമെങ്കിൽ, വീടിനായാലും ശരി, ഫാമിലിക്ക് വേണ്ടിയിട്ടായാലും ശരി, ഓക്കെ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്, ലൈഫ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചായിരിക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യങ്ങൾ, റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇവിടെ നിങ്ങൾ ആ റിലേഷൻഷിപ്പിന് മുന്നോട്ട് പോവോ ഇല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ബട്ട് യെസ്, ഇവിടെ അത് നിങ്ങൾക്കൊരു ഇത് ആക്ച്വലി ഒരു സോൾമേറ്റ് കാർഡ് എന്ന രീതിക്ക് നമ്മൾ എടുക്കാറുണ്ട്. കുറച്ച് സോൾമേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്ട്രോങ് ബോണ്ടാണ് എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, യെസ്, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെ റിലേഷൻഷിപ്പിലും നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ പറ്റും. ഞാനിവിടെ അഗെയിൻ ഇതും ഒരു കംപ്ലീഷൻ എന്ന രീതിയിലാണ്. കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ ഇത് സക്സസ് ആണ്, നല്ല രീതിക്കാണ് നമ്മൾ പറയുന്നത്, പോസിറ്റീവാണ്. അക്കംപ്ലിഷ്മെൻറ്റ്, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ അതിനെ എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിലും ഒരു ഗ്രോത്ത് എന്ന രീതിക്ക് നിങ്ങൾക്കൊരു വിക്ടറി എന്ന രീതിക്കാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ജയിച്ചു വരുന്ന ഒരു എഫക്റ്റാണ് ഇവിടെ. ഓക്കെ, സോ യെസ്, തീർച്ചയായിട്ടും കൺഫ്യൂഷൻസ് വേണ്ട. ഓക്കെ, തടസ്സങ്ങൾ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. ഓക്കെ, ബട്ട് നമ്മളതിനെ ഓവർകം ചെയ്യാൻ മാക്സിമം നിങ്ങൾ മനസ്സ് ധൈര്യം വെച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, ബിലോങ്ങിങ്, ഹോൾനെസ്, സ്പ്ലെൻഡർ, സ്പിരിച്വൽ പ്രാക്ടീസ്. ഓക്കെ, കുറച്ച് പേർക്ക് ഗൈഡൻസ്. ഞാൻ അതാ പറഞ്ഞു. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ഒന്ന് നിങ്ങൾക്ക് 2 അഡ്വൈസ് ഇവിടെ മെയിൻ കാര്യമായിട്ട് എടുക്കാം. ഒന്ന് യൂണിവേഴ്സിന് സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുക, പ്രാർത്ഥനകൾ ചെയ്യുക, പ്രാർത്ഥന, മെഡിറ്റേഷൻ, പ്രേയേഴ്സ് ഒരുപാട് ചെയ്യാം നിങ്ങൾ. ഓക്കെ, കാരണം ഇത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതൊരു കാര്യം. ഓക്കെ, ആൻഡ് സെക്കൻഡ് തിങ്, ഗൈഡൻസ് എടുക്കാൻ പറയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ യൂണിവേഴ്സിനോട് തന്നെ ഗൈഡൻസ് ചോദിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ നിങ്ങൾ ഗൈഡൻസ് ചോദിക്കുക യൂണിവേഴ്സിനോട്, അല്ലെങ്കിൽ വേറെ നിങ്ങൾ അറിയുന്ന ഗുരുക്കന്മാർ, നിങ്ങളെക്കാളും കുറച്ചുകൂടെ അറിവുള്ള, നിങ്ങൾക്ക് അറിവുണ്ട് എന്ന് തോന്നുന്ന വ്യക്തികളെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. അവരുടെ അടുത്ത് നിങ്ങൾ ഗൈഡൻസ് എടുക്കാൻ ശ്രമിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ആരെങ്കിലും ഹെൽപ്പായിട്ട് നിങ്ങൾ ചോദിക്കാം. ഇഫ് യു ഫീൽ ലൈക്ക് എനിക്ക് സ്റ്റക്കായി നിൽക്കുന്നു, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആരോടെങ്കിലും അഡ്വൈസ് ചോദിക്കും. ഓക്കെ, ആൻഡ് ബിലോങ്ങിങ് എന്ന് കാണുന്നുണ്ട്. നമുക്ക് സെൻസ് ഓഫ് ബിലോങ്ങിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയാണോ നമ്മളായിട്ട് നിൽക്കാൻ പറ്റുന്നത് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ വീട്, ഫാമിലി എന്ന രീതിക്ക് നമുക്കൊരു ഫീലിംഗ് എവിടെയാണോ വരുന്നത്, അതിനെയാണ് നമ്മൾ ബിലോങ്ങിങ് എന്ന് പറയാം. ഓക്കെ, സോ നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് ആ ഒരു ഫീല് വരുന്നത്. ഓക്കെ, അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴായാലും, വീട്, ഫാമിലി എന്ന് മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്കതിൽ ഒരു ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് നിങ്ങൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് നമുക്കുള്ളതാണ് എന്നാണ് അർത്ഥം. ഓക്കെ, സോ ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് എവിടെയാണോ തോന്നുന്നത് അവിടെ നിങ്ങൾ ആക്ച്വലി അല്ലാത്ത അവിടെ നിന്ന് വിട്ടുമാറും വേണം. അതുകൊണ്ട് ഇവിടെ ഹോൾനെസ് എന്ന് പറയുന്നത്, സോ ഇത് മെഡിറ്റേഷൻ്റെ ഒരു ഇഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടി അവനവനിലേക്ക് വരിക. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ. ഇവിടെ സ്പ്ലെൻഡർ കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു ഇത് വരുന്ന പോലെയാണ്. അഗെയിൻ ഇവിടെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്പ്ലെൻഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നല്ല ഡ്രസ്സ്, നല്ല കാറ്, അങ്ങനത്തെ ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടുന്ന രീതിക്കൊക്കെയാണ് പറയുന്നത്.
ഓക്കെ. സോ നല്ല 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 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും, നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. ആൻഡ് ഇവിടെ അഗെയിൻ നിങ്ങളോട് കുറച്ച് പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറയുന്നുണ്ട്. മനസ്സ് കൺഫ്യൂസ്ഡ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ദൈവത്തിനോട് സംസാരിക്കുക. ഓക്കെ, യൂണിവേഴ്സിനോട് സംസാരിക്കുക. ആൻഡ് നല്ലോണം ഒരുപാട് വിശ്വാസങ്ങൾ കൂട്ടുക. നിങ്ങൾ ഏത് ദൈവത്തിനെ വിളിച്ചാലും ശരി. ഓക്കെ, നിങ്ങളുടെ വിശ്വാസങ്ങൾ, ഓക്കെ, അത് നിങ്ങളെ മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യും എപ്പോഴും. ഓക്കെ. സോ വളരെ ചെറിയൊരു റീഡിങ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.